സൂപ്പർ ഗേൾസിന്റെ ഡയറക്ടറായിട്ട് വന്നതിന് ശേഷമുള്ളൊരു സന്തോഷം എന്തായിരുന്നു? സന്തോഷം, നല്ല സന്തോഷം. 2025 നല്ലൊരു തുടക്കമായിട്ട് ഫീൽ ചെയ്തു. കാരണം ലോക്ക്ഡൗണിന് മുമ്പായിരുന്നു സത്യം പറഞ്ഞാൽ ഡയറക്ഷൻ മേഖലയിൽ നിന്നത് സജീവമായിട്ട്. അതിനുശേഷം 2019-20 ശേഷം ഡയറക്ഷൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ. കാരണം ഒരുപാടുണ്ട്. അതെ പറയാൻ അതെ അത് മെഗാ സീരിയലാണ്. അപ്പൊ അതിനു മുമ്പായിരുന്നു അസോസിയേറ്റ് ആയിട്ടൊക്കെ ഒരു 6-7 സിനിമ ചെയ്തായിരുന്നു ലോക്ക്ഡൌണിന് മുമ്പ്. അതിനുശേഷം ഡയറക്ഷൻ മേഖലയിലോട്ട് പോയില്ല. പിന്നെ ഒരു ജീവിതമാർഗം എന്നുള്ള രീതിയിൽ സ്ക്രിപ്റ്റിലോട്ട് മാത്രം പണ്ട് തൊട്ട് എഴുതും. അപ്പം അത് സ്ഥിരം അതിലോട്ട് അങ്ങ് ഫോക്കസ് ചെയ്തു, എഴുത്തിലോട്ട് അങ്ങ് പോയി. പിന്നെ ഇപ്പോൾ 2025 ആയപ്പോൾ ഒരു എന്തോ പറയാ എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഡയറക്ഷനിൽ എത്തി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അതെ, പക്ഷെ പ്ലാൻഡ് അല്ലായിരുന്നു. അങ്ങനെ ഒരു എന്തോ ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ചിമ്മുട്ടനായിട്ട് റീൽസിലാണെങ്കിലും പടക്കുന്ന നമ്മുടെ എല്ലാ സ്വന്തം അശ്വതി ഒക്കെ വന്നതിന് ശേഷം എന്തുണ്ടായിരുന്നു? അശ്വതി, ബിനോചേട്ടൻ, ക്ഷമ, പിന്നെ അമൃതയുണ്ട്, ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് കുട്ടിയുണ്ട്. ഏഞ്ചൽ ഇന്റർവ്യൂവർ ആണ്, ഇപ്പൊ ഇതില് ആർട്ടിസ്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗായത്രി. അപ്പൊ ഈ ഒരു ടീം തന്നെയാണ് ഈ സൂപ്പർ ഗേൾസിന്റെ ഒരു ബലം. അശ്വതി, ബിനോചേട്ടൻ, ക്ഷമ എല്ലാം കട്ട കോമ്പിനേഷനാണ്. അത് ഓഡിയൻസിന് തന്നെ അറിയാം. നമ്മുടെ ഒരു ലേഡീസ് റൂം എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ടായിരുന്നു. അതുമായിട്ട് സാമ്യമുണ്ടോ നമ്മുടെ ഈ ലേഡീസ് റൂം? അതുമായിട്ട് സാമ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് എൻ്റെ ഒരു സീസൺ 2 ആയിട്ടാണ് ഞാൻ ഈ സൂപ്പർ ഗേൾസ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അത് ചെയ്യാൻ അവിടെ പറ്റിയില്ല. അപ്പൊ അത് നമ്മൾ സത്യം പറഞ്ഞാൽ അതിന്റെ ലേഡീസ് റൂം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു സെക്കൻഡ് സീസൺ ആയിട്ടാണ് സൂപ്പർ ഗേൾസ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് ഇവരുടെ ഒരു കഥാപാത്രങ്ങൾ ചോദിച്ചു അല്ലേ? അതെ. വിനോദ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഥാപാത്രം എന്താണ് ഈ സൂപ്പർ ഗേൾസ്? ഒരു പട്ടാളത്തുകാരനാണ്, ചെറിയ ക്രാക്കുണ്ട്, കൊപ്പൻ എന്നാണ് പേര്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഈ ഒരു ക്യാരക്ടർ കിട്ടിയപ്പം റിയൽ ലൈഫുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അശ്വതി പറയുന്നത് പട്ടനാണ്. ഇല്ല ഇല്ല, അതാ തോന്നിയിരിക്കും, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കഥാപാത്രം എന്റെ കഥാപാത്രം നാട്ടും പുറത്തൊരു കുട്ടി, നമ്മുടെ സിറ്റി ലൈഫിൽ വന്ന് അടിച്ചു പൊളിക്കാം എന്നൊരു തീരുമാനത്തിലൊക്കെ ഭയങ്കര വെകിലി പിടിച്ചിറക്കുന്ന ഒരു കുട്ടി. പക്ഷെ ഞാൻ നേരത്തെ ചെയ്ത ക്യാരക്ടേഴ്സിൽ നിന്ന് വ്യത്യാസം എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ കഥാപാത്രത്തിൽ ഈ കുട്ടി കുറച്ച് പാവമാണ്. മറ്റേത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അടിച്ചമർത്തിയ ഒരു കാര്യം പറയുമ്പോൾ ഭയങ്കര സ്റ്റേൺ ആയിട്ട് നിൽക്കുക, അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഇവിടെ കുറച്ചുകൂടി സോഫ്റ്റ് ആയി, അങ്ങനെ ഒരു കഥാപാത്രം. ഈ ഡയറക്ടർ എങ്ങനെയുണ്ട്? ഷബീർഖാൻ എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം. സത്യം പറഞ്ഞ ഇപ്പൊ ഷബീർഖ പറഞ്ഞ പോലെ തന്നെ അമ്മാവൻ ഞാൻ വിളിക്കാറ്. അമ്മാവനാണെങ്കിലും ക്ഷമ ചേച്ചി ആണെങ്കിലും ഇക്കാണെങ്കിൽ ഇതെന്റെ അനിയത്തിയാണ് ഗായത്രി. നമ്മളെല്ലാവരും ആണെങ്കിലും സത്യം പറഞ്ഞ ഒരു കുടുംബം പോലെ തന്നെ ഓരോ വർക്ക് കഴിഞ്ഞ് ഇപ്പൊ ഫ്ലവേഴ്സിലാണെങ്കിലും സുസു ചെയ്തു, ഞാൻ ഇക്കയുടെ കൂടെയാണ് ചെയ്തത്. രാജ് തൽസറ ചെയ്ത വർക്ക്, പിന്നെ നമ്മുടെ ലേഡീസ് റൂം ഇക്കയുടെ തന്നെ. ഇക്കയുടെ കുട്ടിയാണ് സത്യം പറഞ്ഞ ലേഡീസ് റൂം. ഇക്ക അങ്ങനെ എഴുതി ഒരു കുഞ്ഞുവാവെ പോലെ എഴുതി കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണത്. അതിലാണെങ്കിൽ പോലും ഞാനും അമ്മാവനൊക്കെ ഒരേപോലെ ഫാമിലി പോലെയൊക്കെ വന്ന ഒരു പ്രോഗ്രാം ആയിട്ട് നമ്മൾ സത്യം പറഞ്ഞ ഒരു ഫാമിലി ആണത്. ഞാനും കേട്ടത് ഒരു ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു, ഒരു കുടുംബം, അതെ, ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. അതെ, സത്യം പറഞ്ഞാൽ ഷബീർക്ക് ഓരോ തവണ സ്ക്രിപ്റ്റ് എഴുതുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ള എന്താ പറയുക, ഈ നമ്മളൊക്കെ ഉറപ്പൊക്കെ എണീറ്റ് ഇവിടെ വന്ന് സ്ക്രിപ്റ്റ് തരാൻ പറയുമ്പോഴും ഒരു സ്ക്രിപ്റ്റ് കഴിഞ്ഞ് ഒരു എപ്പിസോഡ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഷബീർക്ക് അവിടെ നിന്ന് എഴുതുന്നുണ്ടാവും അടുത്തേക്ക്. അത്രയും എന്താ സ്പോട്ടിനൊക്കെ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതി തരാൻ പറയില്ല. അമ്മ ശ്രദ്ധിച്ചിട്ടില്ലേ, നമുക്ക് അങ്ങനെ എഴുതി തരാം. ഇത്രയൊക്കെ പറഞ്ഞാൽ ഗൂഗിൾ പേ പൈസ ജീവിതത്തിൽ ക്ഷമയുള്ളവളാണോ? പിന്നെ എന്താണ് അമ്മ പറയാറ്? ഇതിലെ കഥാപാത്രം ഞാൻ ഇതുവരെ ചെയ്യാത്ത, ലൈക്ക് ഞാൻ കുറച്ച് സീരീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതില് വ്യത്യസ്തമായിട്ട് കള്ളിയാണ്, അല്ലേക്കാ പറയട്ടെ, കള്ളിയാണ്, മോഷ്ടാവാണ് ബേസിക്കലി. മോഷ്ടിച്ചിട്ടുണ്ടോ റിയൽ ലൈഫിൽ എന്തെങ്കിലും? ഇല്ല, ആളുകളുടെ മനസ്സ് മോഷ്ടിച്ചിട്ടുണ്ട്. മോഷ്ടിച്ചിട്ടുണ്ട്. ആക്ച്വലി അത് പറയാൻ പോയായിരുന്നു. പ്രേക്ഷകരുടെ ഇച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ചെയ്ത് ഭയങ്കര അഭിപ്രായമായിരുന്നു. ഇക്കയുടെ തന്നെ ക്യാരക്ടറായിരുന്നു ഇച്ചി. നിങ്ങളെ ഈ ഒരു ക്യാരക്ടറിനെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ക്യാരക്ടറിനെ എന്നെ കണ്ടിട്ട് എന്ത് റോള് തരാൻ തോന്നുന്നു? അജിന്റെ ജീവിതത്തിൽ അജിന് ഇപ്പൊ സിറ്റ്കോമിനെ സംബന്ധിച്ച് നമ്മൾ ലൈവ് ഓഡിയോ അല്ലേ ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ക്യാരക്ടർ ആയിരിക്കും. എന്ന് വെച്ചാൽ സിങ്ക് വോയിസിൽ എന്റെ മുഖം കണ്ടിട്ട് എന്തോ അജിന് ഹൈപ്പറാണ്, കുറച്ച് ലൗഡാണ്. അപ്പൊ അജിനെ ഒരിക്കലും ബാബു നമ്പൂതിരി ടൈപ്പ് റോളിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാനേ പറ്റില്ല. ബാബു ആന്റണി റോളിൽ ചെയ്യാൻ പറ്റും. അല്ല, ലൗഡാണ്, ആക്റ്റീവ് ആണ്. അജിനെ എപ്പോഴും കാണുമ്പോൾ ആൾ ആക്റ്റീവ് ആണ്. നമ്മൾ തളർന്നിരുന്നാലും അജിന്റെ കഴിച്ചോ എന്ന് ചോദിച്ചാൽ നമ്മള് കഴിച്ചു അങ്ങനെ. ഇനി എന്തോ ഈ മിണ്ടാതിരിക്കുന്നേ എന്തോ ഇതിലെ ക്യാരക്ടർ? എന്റെ ക്യാരക്ടർ കുട്ടിമാമന്റെ ചേച്ചിയുടെ മോളായിട്ട്. കുട്ടിമാമൻ ഞെട്ടിമാമനാണോ? ഞെട്ടിച്ചോണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഫസ്റ്റ് ആണോ അഭിനയം അതോ അല്ല ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്?